നമ്മളിനി ദ സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള ലെസണിൽ ന്യൂ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, പുതിയ വാക്കുകൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, അവയുടെയൊക്കെ പ്രൊനൗൺസിയേഷൻ, അതുപോലെ മീനിങ്സ് നമുക്കത് നോക്കാം. പ്രൊനൗൺസിയേഷൻ, പ്രൊനൗൺസ് എന്ന് വെച്ചാൽ ഉച്ചരിക്കുക, ഉച്ചാരണം എന്നുള്ളതിന് പ്രൊനൗൺസിയേഷൻ. തെറ്റിക്കരുത് കേട്ടോ. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം. നോക്കുകയാണ്, ഞാൻ പറയും, 1 or 2 തവണ പറയും, അപ്പോൾ നിങ്ങൾ ഉടനടി പറയണം. ഓക്കെ. ചിലപ്പോൾ അത് എൻ്റെ പോലെ പറയാൻ ആദ്യം തന്നെ പറ്റിയെന്ന് വരില്ല. ഡോണ്ട് വറി, ഒരു പ്രശ്നമില്ല. നിങ്ങൾ 2-3 തവണ അല്ലെങ്കിൽ 1-2 ലെസൺസ് നമ്മൾ കവർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾ പറയും. ഓക്കെ, അതുകൊണ്ട് വിഷമിക്കേണ്ട. ആരെങ്കിലും കളിയാക്കുമെന്ന് വിചാരിച്ചാൽ അതിനോർത്ത് നിങ്ങൾ ഒട്ടും വേവലാതിപ്പെടേണ്ട. അതേ കളിയാക്കിയവർ നിങ്ങളെ പ്രശംസിക്കും, അഭിനന്ദിക്കും. അതാലോചിച്ചു. തുടങ്ങല്ലേ? ശരി. ദ സീഡ് ഓഫ് ട്രൂത്ത്. The seed of truth. Just. Wise. Wise അല്ല, wise. Just and wise. നീതിമാനും ബുദ്ധിമാനുമായ, അതാണ് just and wise. Fond of. ഫോണ്ട് ഓഫ്, അത് ഒരൊറ്റ പ്രയോഗമാണ്. ഫോണ്ട് ഓഫ് എന്നുവെച്ചാൽ ഇഷ്ടപ്പെടുക. ഫോണ്ട് ഓഫ് സംതിങ്, എന്തിനെങ്കിലും ഇഷ്ടപ്പെടുക. ഇവിടെ ഫോണ്ട് ഓഫ് ഗാർഡനിങ്, പൂന്തോട്ട പരിപാലനം. ഗാർഡനിങ്, ഗാർഡനിങ് എന്ന് പറയണമെന്നില്ല, ഗാർഡനിങ്. ഫോണ്ട് ഓഫ് ഗാർഡനിങ്, പൂന്തോട്ട പരിപാലനം ഇഷ്ടപ്പെടുന്ന. ഫോണ്ട് ഓഫ് ഡാൻസിങ്, നൃത്തം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന. ഫോണ്ട് ഓഫ് സിംഗിങ്, പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന. സ്പെൻറ്റ്, സ്പെൻഡല്ല, സ്പെൻറ്റ്, ചിലവഴിച്ചു. എ ലോട്ട് ഓഫ് എന്നല്ല പറയണത്, എ ലോട്ട് ഓഫ് ഒരുമിച്ചാണ് പറയേണ്ടത്. ധാരാളം. എ ലോട്ട് ഓഫ് ടൈം എന്ന് വെച്ചാൽ ധാരാളം സമയം. എ ലോട്ട് ഓഫ് മണി എന്ന് വെച്ചാൽ ധാരാളം പണം. ടെൻഡിങ്, അതും അങ്ങനെ പരിപാലിക്കുക, നോക്കി നടക്കുക. ഓക്കെ, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക, അതൊക്കെയാണ് ടെൻഡിങ്. പ്ലാന്റിങ്, നടുക, അതിന് പ്ലാന്റിങ്. ചെടി എന്നുള്ളതിന് പ്ലാന്റ് എന്ന് പറയും, നടുന്നതിനും പ്ലാന്റ് എന്ന് പറയും. പ്ലാന്റിങ് എന്ന് വെച്ചാൽ നടുന്ന ആ പ്രവൃത്തി, നടൽ. ഫ്രൂട്ട് ട്രീസ്, ഫലവൃക്ഷങ്ങൾ. ഫലവൃക്ഷങ്ങളല്ല, ഫലവൃക്ഷങ്ങൾ. വെജിറ്റബിൾസ്, പച്ചക്കറികൾ. വെജിറ്റബിൾസ്. ക്രോപ്സ്, വിളകൾ. ക്രോപ്സ്. ഗ്രൂ അല്ല, ബ്ലൂ എന്നൊക്കെ പറയണ പോലെ, വളർന്നു. ഗ്രോ എന്ന് വെച്ചാൽ വളരുക. ഗ്രൂ, വളർന്നു. എവ്രി വൺ, എല്ലാവരും, സർവരും. വറിഡ്, ആശങ്കയുള്ളവരാവുക, ആശങ്കാകുലരാവുക, അതാണ് വറിഡ്. എ പ്രൊക്ലമേഷൻ, പറയൂ. എ പ്രൊക്ലമേഷൻ, പ്രൊക്ലമേഷൻ അല്ല, പ്രൊക്ലമേഷൻ, പ്രഖ്യാപനം, വിളംബരം. സക്സസർ, പിൻഗാമി. തോട്ട്,
ഓഫ് എന്നല്ല പറയേണ്ടത്, ചുരുക്കിയിട്ടാണ് പറയാം, ഓഫ് എന്നാ പറയുള്ളൂ. തോട്ട് ഓഫ്, എന്തിനെയെങ്കിലും കുറിച്ച് ചിന്തിക്കുക. തോട്ട് ഓഫ് സംതിങ്, എന്തിനെയെങ്കിലും കുറിച്ച് ചിന്തിക്കുക. തോട്ട് ഓഫ് സം വൺ, ആരെക്കുറിച്ചെങ്കിലും ചിന്തിക്കുക. ഇവിടെ തോട്ട് ഓഫ് an ഐഡിയ, ഒരാശയത്തെക്കുറിച്ച് ചിന്തിച്ചു, ഒരാശയത്തിനായി ചിന്തിച്ചു. ഡിസൈഡഡ്, തീരുമാനിച്ചു. ഡിസൈഡഡ് അല്ല, ഡിസൈഡഡ്. ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട്. ചിൽഡ്രൻ, കുട്ടികൾ, എല്ലാവർക്കും അറിയാം അല്ലേ, ചിൽഡ്രൻ. കൺട്രി, രാജ്യം. കൺട്രി. ഗ്രോസ്, വളരുക, വളർത്തുക, അങ്ങനെയൊക്കെ, അതിനൊക്കെ ഗ്രോ എന്ന് തന്നെ പറയാം. ഗ്രോസ്. ബിഗ്ഗസ്റ്റ് എന്ന് പറയണ്ട, ബിഗ്ഗസ്റ്റ്. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ലെറ്റർ വീണ്ടും വന്നാൽ ഇരട്ടിക്കൽ മലയാളത്തിലെ പോലെ ഇല്ല. പപ്പ, കക്ക എന്ന് പറയുന്ന പോലെ ഇല്ല, ഇംഗ്ലീഷിലില്ല. ഓക്കെ, അപ്പോൾ ബിഗ്ഗസ്റ്റ് അല്ല, ബിഗ്ഗസ്റ്റ്. അതെപ്പോഴും ഓർമ്മ വേണം. ലിറ്റിൽ അല്ല, ലിറ്റിൽ എന്നേ പറയുള്ളൂ. ഇതൊക്കെ ഇപ്പോഴേ തന്നെ നിങ്ങൾക്ക് മനസ്സിലായാൽ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, തിരിച്ച് പറയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ തന്നെ ഞാൻ പറയുന്നത് കേട്ട് ശ്രദ്ധിച്ച് അതുപോലെ പറയാൻ ശ്രമിക്കാം. ഇതൊരു രസമായിട്ട് എടുത്താൽ മതി കേട്ടോ. പഠിക്കുന്നത് പോലെ ഭയങ്കര വിഷമായിട്ട് അങ്ങനെയൊന്നും ആവശ്യമില്ല. അത് എന്തോ ഒരു പാട്ട് കേൾക്കുന്ന പോലെ ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നു. ഓക്കെ, ശരി. ഹെൽത്തിയസ്റ്റ്, ആരോഗ്യമുള്ള. പ്ലാന്റ്, ഹെൽത്തിയസ്റ്റ് പ്ലാന്റ്, ആരോഗ്യമുള്ള ചെടി. ഹെൽത്തിയസ്റ്റ് പ്ലാന്റ്, അല്പം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ. ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഹെൽത്തിയസ്റ്റ് പ്ലാന്റ്. ഇംഗ്ലീഷിൽ ബ്രിട്ടീഷ് സായിപ്പ് പ്ലാന്റ് എന്ന് പറയും, അമേരിക്കൻ സായിപ്പ് പ്ലാന്റ് എന്ന് പറയും. ഒരു വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെ, ചെടി. നമ്മളുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് മിക്കവാറും പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം ബ്രിട്ടീഷ് ഉച്ചാരണമായിരിക്കും, ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. ചില ഒരേ വാക്കുകളുടെ സ്പെല്ലിങ്സും വ്യത്യാസമുണ്ട്. ബ്രിട്ടീഷ് സ്പെല്ലിങ്ങും അമേരിക്കൻ സ്പെല്ലിങ്ങും വ്യത്യാസമുണ്ട്. നമ്മളിതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ അത് ഓർമ്മപ്പെടുത്താം, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്ലാന്റ് എന്നാണ് പറയാം. ആരെങ്കിലും ഒരു അമേരിക്കൻ സായിപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടണ്ട, ഒന്ന് തന്നെ, ചെടി. പ്ലാന്റ്. ഓർഡേർഡ്, ആജ്ഞാപിച്ചു. പ്രിക്ലമേഷൻ, അറിയാം നിങ്ങൾക്കല്ലേ, പ്രിക്ലമേഷൻ, പ്രഖ്യാപനം, വിളംബരം. സീഡ് ഓഫ് ഹേർബ്, പ്രതീക്ഷയുടെ വിത്ത്. ഹേർബ് എന്ന് വെച്ചാൽ പ്രതീക്ഷ, പ്രതീക്ഷിക്കുക എന്നൊക്കെ പറയും. ആങ്ഷ്യസ്, ആകാംക്ഷാഭരിതരായ, ആങ്ഷ്യസ്. പേരൻസ്, രക്ഷിതാക്കൾ, എല്ലാവർക്കും അറിയാം അല്ലേ. അത് പേരൻസ് എന്നും പറയാം, പാരൻസ് എന്നും പറയാം. ഓക്കെ, രണ്ട് പറഞ്ഞാലും ഓക്കെയാണ്, രണ്ട് തരത്തിലും പറയാം. നിങ്ങൾക്ക് താല്പര്യമുള്ളത് പറഞ്ഞോളൂ. പാരൻസ് എന്നാണ് പറയാൻ ഇഷ്ടം, അങ്ങനെ പറയാം. പേരൻസ് എന്ന് പറയാനാണ് ഇഷ്ടം, അങ്ങനെ പറയാം. ഞാൻ അത് രണ്ടും മാറി മാറി പറയാറുണ്ട് പലപ്പോഴും. പേരൻസ്. ചിൽഡ്രൻ, നമ്മൾ പഠിച്ചു, ചിൽഡ്രൻ. ഫോംഡ്. ഔട്ട്സൈഡ്. ഫോംഡ് എന്ന് വെച്ചാൽ രൂപം കൊണ്ടു, രൂപമെടുത്തു, അങ്ങനൊരു കാര്യം ഉണ്ടായി. ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ പുറത്ത്, ഔട്ട്സൈഡ്. പാലസ്, കൊട്ടാരം. പാലസ്.
eager, അക്ഷമരായ, eager. Poor, poor. Among, among അല്ല, among, among. Sowed, sowed എന്ന് വെച്ചാൽ പാകി അല്ലെങ്കിൽ വിതച്ചു എന്നൊക്കെ പറയാം. sowed, ഇവിടെ പാകി, വിത്ത് പാകി. pot, ചട്ടി, പൂച്ചട്ടി, pot. care, care അല്ല, care, care. ഇത്തിരി വിഷമമുണ്ടാവും ആദ്യം, അത് കുഴപ്പമില്ല, 2 പ്രാവശ്യം കേട്ടാൽ നിങ്ങൾ പറയും care.